ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. രാജ്യത്തെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒന്നായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി, അതായത് കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി, അതായത് കാസർഗോഡ് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള രാജ്യത്തെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രിയും PGയും പഠിക്കുവാനുള്ള സുവർണ അവസരവുമായിട്ട് നിരവധി കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പലപ്പോഴും പല വിദ്യാർത്ഥികൾക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് അഡ്മിഷൻ ലഭിക്കുക, അതിൻ്റെ അഡ്മിഷൻ ടൈം, അതേപോലെ ഏതൊക്കെയാണ് കോഴ്സുകൾ, അതിൻ്റെ എലിജിബിലിറ്റി എന്നുള്ള പല കാര്യങ്ങളും അറിയാത്തവരുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ +2 ശേഷം ഡിഗ്രി ആണെങ്കിലും നിലവിൽ ഡിഗ്രിക്ക് ശേഷം PG ആണെങ്കിലും വിവിധ കോഴ്സുകൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, ഇപ്പോൾ അഡ്മിഷൻ ടൈമാണ്, ഏതൊക്കെയാണ് കോഴ്സുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി വിട്ടുപോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഉറപ്പെടുത്താം. ഇപ്പോൾ നിലവിൽ രാജ്യത്തെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷൻ ലഭിക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് എൻട്രൻസ് പരീക്ഷ എഴുതിയിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കേണ്ടത്. ഡിഗ്രി ആണെങ്കിൽ ജസ്റ്റ് +2 നിങ്ങൾ പാസ്സാവുക, അതേപോലെ തന്നെ എൻട്രൻസ് എക്സാം എഴുതുക. അതേപോലെ PG ആണെങ്കിൽ ഡിഗ്രി പാസ്സാവുക, അതേപോലെ തന്നെ എൻട്രൻസ് എക്സാം എഴുതുക. അപ്പോൾ നിലവിൽ +2 ആണെങ്കിലും അല്ലെങ്കിൽ ഡിഗ്രി ഫൈനൽ ഇയർ ആണെങ്കിലും പരീക്ഷ എഴുതുവാൻ പോകുന്ന, അതായത് ഫൈനൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാത്ത, അതായത് നിലവിൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ എൻട്രൻസ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ റിസൾട്ട് വരാത്തവർക്കും ഈ രീതിയിൽ എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യുവാനും പരീക്ഷ എഴുതുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണെന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ, കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ നമുക്ക് അഡ്മിഷൻ ലഭിക്കും, അതിനായിട്ട് വേണ്ട എക്സാമാണ് CUET എന്ന് പറയുന്നത്, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ CUET നിലവിൽ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് PG അപേക്ഷയാണ്. അപ്പോൾ നിലവിൽ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിവിധ സബ്ജക്റ്റുകളാണ് PG ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സബ്ജക്റ്റും നമുക്ക് പരിചയപ്പെടാം. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടാമത്തെ കാര്യം, നിലവിൽ UG, അതായത് +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വിവിധ UG കോഴ്സുകളുടെ എൻട്രൻസ് എക്സാമിൻ്റെ പരീക്ഷ, അതായത് നിലവിൽ വിളിച്ചിട്ടുള്ള, അതായത് അടുത്ത മാസം ഫെബ്രുവരിയോടുകൂടെ CUET UG പരീക്ഷയും വിളിക്കും. അതിന് മുന്നോടിയായിട്ട് തന്നെ ഏതൊക്കെ കോഴ്സുകളാണെന്നുള്ള എല്ലാ കാര്യങ്ങളും, അതിൻ്റെ എലിജിബിലിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ടും ഡിഗ്രിക്കാരും അതേപോലെ തന്നെ +2കാരും കാണാൻ വേണ്ടി ഓർമ്മപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് CUET നിലവിൽ ഡിഗ്രി കഴിഞ്ഞ PG കോഴ്സുകൾക്ക് അഡ്മിഷന് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ, B.Ed ഉൾപ്പെടെയുള്ള കോഴ്സുകൾ, നമുക്ക് ഏതൊക്കെയാണ് കോഴ്സുകൾ, ഏതൊക്കെ സബ്ജക്റ്റ് നമുക്ക് നോക്കാം. അതിലൊന്നാമതായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് ശ്രദ്ധിക്കാം, CUKerala.ac.in. അപ്പോൾ ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അത് കേരള യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണിത്. ശ്രദ്ധിക്കേണ്ട കാര്യം, കേരള യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, എന്നാൽ കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി, CU എന്ന് പറഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയാണ്. അപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വെബ്സൈറ്റ് CUKerala.ac.in. അപ്പോൾ നമുക്ക് നിലവിൽ CUET PG 2025 ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. രാജ്യത്തെ ഒട്ടുമിക്ക സെൻട്രൽ യൂണിവേഴ്സിറ്റി, എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും അതേപോലെ ചില സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലും ഡിഗ്രി ആണെങ്കിലും PG ആണെങ്കിലും അഡ്മിഷൻ എടുക്കാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന യോഗ്യതയാണ് ഈ പറയുന്ന CUET എൻട്രൻസ് എക്സാം. അപ്പോൾ PG എക്സാമിന് ഓൾറെഡി അപേക്ഷ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ അതിൻ്റെ ഡേറ്റ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫെബ്രുവരി 1-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് CUET PG എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റും. അതേപോലെ എക്സാമിൻ്റെ ഡേറ്റ് നിങ്ങൾ നോക്കുക, അതായത് മാർച്ച് 13 മുതൽ 31 വരെയാണ് CUET PGയുടെ എൻട്രൻസ് എക്സാം ഉണ്ടാകുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് അപ്ലൈ നാവുന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്കിവിടെ ക്ലിക്ക് ഹിയർ അപ്ലൈ നാവുന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ നേരത്തെ കൃത്യമായിട്ടൊരു വീഡിയോ വിദ്യാർത്ഥികൾക്ക് വേണ്ടി CUET PG എക്സാം, അതായത് വിവിധ PG B.Ed ഉൾപ്പെടെയുള്ള എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എക്സാമിന് എങ്ങനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോയിൽ കാണാൻ സാധിക്കും. അത് CUETPG.NT.online.in എന്നുള്ള ഈ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുവാനും, അതുപോലെ ആപ്ലിക്കേഷൻ കൊടുത്ത് ഓരോ സ്റ്റെപ്പ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ, അതായത് എക്സാം സെൻറ്റർ, അത് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജ് അതേപോലെ തന്നെ കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റി നിങ്ങൾ സെലക്ട് ചെയ്യുന്നു. കേരള യൂണിവേഴ്സിറ്റി നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കേരള യൂണിവേഴ്സിറ്റി ഏതൊക്കെയാണ് കോഴ്സുകൾ നമുക്ക് നോക്കാം. അപ്പോൾ അത് ആദ്യമായിട്ട് CUET PG കോഴ്സ് ഓഫേർഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് കോഴ്സ് ആൻഡ് എലിജിബിലിറ്റി. അപ്പോൾ നിലവിൽ ഓരോ കോഴ്സിൻ്റെയും എലിജിബിലിറ്റി ഉൾപ്പെടെയുള്ള കാര്യം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നിലവിൽ കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇത്രയും കോഴ്സുകളാണ്, അതായത് ഏകദേശം 26 PG കോഴ്സുകൾ മാത്രം നിലവിൽ
കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഓരോ കോഴ്സിൻ്റെയും സീറ്റിൻ്റെ എണ്ണം കൂടി നമുക്ക് നോക്കാം. നിലവിൽ MA പ്രോഗ്രാം ശ്രദ്ധിക്കുക, MA എക്കണോമിക്സ്. അതേപോലെ നിങ്ങൾ കോഡ് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അതായത് എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നേരത്തെ അത് CUT NTA എന്നുള്ള ആ ഒരു ഒഫീഷ്യൽ പേജിൽ വന്നാൽ കോഡ് ചൂസ് ചെയ്യുമ്പോൾ അത് കോഴ്സിൻ്റെ കോഡാണ് ചൂസ്. അപ്പോൾ COQ P10 എന്ന് പറഞ്ഞാൽ MA എക്കണോമിക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പോൾ MA എക്കണോമിക്സിൽ കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ 40 സീറ്റുകളാണുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ വിശാലമായ ക്യാമ്പസ് എന്നതിനേക്കാൾ ഉപരി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏറ്റവും കഴിവുള്ള പ്രൊഫസർമാർ, അതായത് ടീച്ചേഴ്സാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. അപ്പോൾ രാജ്യത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രൊഫസർമാരുടെ അണ്ടറിൽ നമുക്ക് PGയും ഡിഗ്രിയും പഠിക്കുവാൻ സാധിക്കുന്നത് ഏറ്റവും വലിയ നേട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസർച്ച് ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള JRF പോലുള്ള മേഖലയിലേക്ക് എത്തുവാനൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് ഡിഗ്രി അല്ലെങ്കിൽ PG ഈ പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു നേട്ടം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എത്രയോ ഡിഫറൻ്റ് ആണ് ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. ആ കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ വളരെ വിശദമായി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ MA എക്കണോമിക്സിൽ നിങ്ങൾ നോക്കുക 40 സീറ്റുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് PG എടുക്കുകയാണെങ്കിൽ വിദ്യാർത്ഥി സംബന്ധിച്ചുള്ള ജസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ കോഴ്സുകൾക്കും 50% മാർക്കോടുകൂടി പാസ്സായാൽ മതി. ഡിഗ്രി ജസ്റ്റ് 50%, ചില സബ്ജക്റ്റുകൾ മാത്രം 55%. ഓൾമോസ്റ്റ് എല്ലാ 90% സബ്ജക്റ്റുകളും 50% മാർക്കോടുകൂടി ഡിഗ്രി പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്കൊക്കെ ഈ പറയുന്ന എൻട്രൻസ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുവാനും എൻട്രൻസ് പരീക്ഷയുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ രാജ്യത്തെ നിങ്ങൾ ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണെങ്കിൽ ആ കൊടുക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി നമുക്ക് നമ്മുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് പാസ്സാകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അറൗണ്ട് 50% കിട്ടും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്തുകൊണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ്. നഷ്ടപ്പെടുത്തരുന്ന് ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ MA എക്കണോമിക്സ് 40 സീറ്റുണ്ട്. MA ഇംഗ്ലീഷ് അതായത് 40 സീറ്റ്. എല്ലാത്തിനും അതായത് ഡിഗ്രിയാണ്, ബാച്ചിലർ ഡിഗ്രിയാണ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഡിഗ്രി. അതുപോലെ തന്നെ ചിലത് ഏജ് ലിമിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് 25 ഇയേഴ്സ് ഓഫ് ഏജ് എസ് വൺ. അപ്പോൾ അതായത് ഈ MA എക്കണോമിക്സിൽ 25 ഏജ് ആണ്, അത് കൂടാൻ പാടില്ല. അത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന വർഷം നമുക്ക് 25 വയസ്സ്, അതായത് 1/2025 25 വയസ്സ് അതിൽ കൂടാൻ പാടില്ല. ഓൾമോസ്റ്റ് PG കോഴ്സുകൾക്കൊക്കെ വേണ്ടത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അത് 25 വയസ്സാണ്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാർത്ഥികളും ചോദിക്കും ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നുള്ളത്. അത് 25 വയസ്സാണ് PG കോഴ്സുകൾക്ക്. ഇനി ഡിഗ്രി കോഴ്സുകൾക്ക് ഓൾമോസ്റ്റ് എല്ലാ കോഴ്സുകൾക്കും 19 വയസ്സാണ് ഓൾമോസ്റ്റ് ഏജ് ലിമിറ്റ് കാണുന്നത്. ഓക്കെ, അതായത് യൂണിവേഴ്സിറ്റി റൂൾ പ്രകാരം കണക്കാക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏജ് ലിമിറ്റ് ഉള്ളവർക്ക് എഴുതാൻ പറ്റില്ല, ഈ കാര്യം ഉറപ്പെടുത്താൻ. ഇനി അതിൽ MA ഇംഗ്ലീഷ് 40 സീറ്റ്, MA ലിംഗ്വിസ്റ്റിക് ആൻഡ് ലാംഗ്വേജ് ടെക്നോളജി 40 സീറ്റ്, MA ഹിന്ദി ആൻഡ് കമ്പാരറ്റീവ് ലിറ്ററേച്ചർ 40 സീറ്റ്. ഇതിനൊക്കെ ഡിഗ്രി. അപ്പോൾ ഇനി ഡിഗ്രി ഡിസിപ്ലിൻ വിത്ത്, അതായത് ഈ ഹിന്ദി ആകുമ്പോൾ ഹിന്ദി സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ MA ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് 40 സീറ്റ് ഉണ്ട്. അതേപോലെ തന്നെ MA മലയാളം ശ്രദ്ധിക്കുക. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ MA മലയാളമുണ്ട്, 40 സീറ്റ് MA മലയാളത്തിലുണ്ട്. MA കന്നഡ ഉണ്ട്. അതേപോലെ തന്നെ MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പോളിസി സ്റ്റഡീസ്. അപ്പോൾ ഇത്രയാണ് MA വിഭാഗത്തിൽ. ഇനി MSW പ്രോഗ്രാം 2 വർഷത്തെ 4 സെമസ്റ്റർ കോഴ്സുകൾ. MSW മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് 40. അതുപോലെ MED പ്രോഗ്രാമിൽ ശ്രദ്ധിക്കുക, എഡ്യൂക്കേഷൻ 40 സീറ്റ് MED. ഇപ്പോൾ BEd കഴിഞ്ഞവർക്ക് ഈ പറയുന്ന MED കോഴ്സിന് 2 വർഷത്തെ കോഴ്സ് ചെയ്യാം. 40 സീറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ മാത്രമുണ്ട്. അതായത് കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ് പറയുന്നത്. ഇനി MSc സബ്ജക്റ്റ് നോക്കാം. MSc ജിയോളജി 30 സബ്ജക്റ്റാണ്, 30 സീറ്റാണ്. MSc ബയോകെമിസ്ട്രി 30, MSc കെമിസ്ട്രി 30, MSc കമ്പ്യൂട്ടർ സയൻസ് 30, MSc എൻവയോൺമെൻറ്റൽ സയൻസ് 30, MSc ജനോമിക് സയൻസ് 30, അതിൽ ജിയോളജി 30, അതേപോലെ മാത്തമാറ്റിക്സ് 30, ബോട്ടണി 30, ഫിസിക്സ് 30, അതിൽ യോഗ തെറാപ്പി 30. അപ്പോൾ ഇത്രയും സബ്ജക്റ്റിൽ MSc ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾ ഡിഗ്രി 50% മാർക്കോടെ പാസ്സായിരിക്കണം. ഇനി അതുപോലെ SC വിഭാഗക്കാർക്ക് 5% മാർക്കിൽ എളുപ്പുണ്ട്, അതായത് 45% ഉണ്ടായാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ ജസ്റ്റ് നോർമൽ സ്ട്രീമിൽ തന്നെ പാസ്സായിരിക്കണം. അത് 10ാം ക്ലാസ് +2 ഡിഗ്രി ആ ലെവലിലാണ് പാസ്സാവേണ്ടത്. ഇനി LLM പ്രോഗ്രാമിലും 2 വർഷത്തെ PG കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. LLM മാസ്റ്റർ ഓഫ് ലോയിലുണ്ട് 40 സീറ്റ്. ഇനി MPH പ്രോഗ്രാം 30 സീറ്റ്. ഇനി MBA ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ MBA പ്രോഗ്രാം ഉണ്ട്. MBA 2 സബ്ജക്റ്റുകളുണ്ട്. MBA ജനറലും 40 സീറ്റ് ഉണ്ട്. MBA ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റ് 40 സീറ്റ് ഉണ്ട്. ഇനി MCOM കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ MCOMലും 2 വർഷത്തെ MCOM കോഴ്സിന് 40 സീറ്റ് ഉണ്ട്. അതായത് ഡിഗ്രി കൊമേഴ്സ് എടുത്ത BCom അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാൽ BBM അല്ലെങ്കിൽ BBA ഉൾപ്പെടെയുള്ള കോഴ്സുകൾ എടുത്തവർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും സീറ്റുകൾ 26 സീറ്റുകൾ
കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ മാത്രം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിൻ്റെ കോഡ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഒരു കോഡ് നോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് CUT.NT എന്നുള്ള ആ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കേരള യൂണിവേഴ്സിറ്റി എന്ന് കൊടുക്കുകയും ഈ പറയുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് നിങ്ങൾ കോഡ് കൊടുക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത്രയും PG കോഴ്സുകൾ കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി മാത്രം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും പല വിദ്യാർത്ഥികളും മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ജസ്റ്റ് ഒരു എൻട്രൻസ് പരീക്ഷയാണ്. നിങ്ങൾ ഡിഗ്രി ജസ്റ്റ് ഒരു 50% മാർക്ക് പാസ്സായ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമാണ്. അപ്പോൾ അതിൻ്റെ എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ NTA ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെ അവൈലബിൾ ആണ്. ഇനി അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടംപോലെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടും. അതൊക്കെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ലഭിക്കുവാനും തുടർന്നങ്ങോട്ട് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് മേഖലകളിലൊക്കെ നിങ്ങൾക്ക് സാധ്യതകളൊക്കെ നിങ്ങൾ തേടി എത്തുകയും ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ ഒരു സാധ്യതകൾ മനസ്സിലാക്കി വിദ്യാർത്ഥികൾ ട്രൈ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്താൻ. ഇനി അതേപോലെ ഡിഗ്രി എടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിഗ്രി അത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയുടെ ടൈം ഏകദേശം ഫെബ്രുവരിയോടുകൂടെ വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ വിളിക്കും. ആ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിലവിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ UG CUT UG വിളിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള അപേക്ഷാ വീഡിയോ വിദ്യാർത്ഥികൾക്ക് വിളിച്ചു തരും. അതിന് മുന്നോടിയായിട്ട് +2 വിദ്യാർത്ഥികൾ ഏതൊക്കെ കോഴ്സുകളാണെന്ന് നോക്കാം. ഇവിടെയാണ് BEd ഉൾപ്പെടെയുള്ള കോഴ്സുകൾ, അത് ഇൻ്റഗ്രേറ്റഡ് BEd ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള നോർമൽ 2 വർഷത്തെ BEd പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ രാജ്യത്തെ പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും BEd പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട ഡൽഹി ഉൾപ്പെടെയുള്ള പല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും BEd പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സബ്ജക്റ്റുകളെ കുറിച്ച് നമ്മൾ നേരത്തെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. എന്നാൽ കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി +2 വർഷത്തെ BEd പ്രൊവൈഡ് ചെയ്യുന്നില്ല. എന്നാൽ ഇൻ്റഗ്രേറ്റഡ് BEd വിവിധ സബ്ജക്റ്റുകളിൽ കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ +2കാർക്കാണ് ഈ രീതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇനി വേണമെങ്കിൽ വിദ്യാർത്ഥികൾ ഡിഗ്രി കഴിഞ്ഞവർക്കും 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് BEd ചെയ്യാം. പക്ഷേ അത് വീണ്ടും ഡിഗ്രി പഠിക്കുന്ന രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിലവിൽ +2കാർ മാത്രം ഇൻ്റഗ്രേറ്റഡ് BEd ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്താൻ. അപ്പോൾ ഏതൊക്കെ കോഴ്സ് നമുക്ക് നോക്കാം. +2കാർക്ക് എഴുതാൻ സാധിക്കുന്ന ഒന്നാമത്തെ കോഴ്സ് BA ഓണേഴ്സ്, 4 വർഷത്തെ BA ഡിഗ്രിയാണ്. അപ്പോൾ 4 വർഷത്തെ BA ഡിഗ്രി എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ജസ്റ്റ് 50% മാർക്കോട് +2 പാസ്സായ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം BA ഓണേഴ്സ് നിങ്ങൾ അതായത് പരീക്ഷയ്ക്ക് 3 സബ്ജക്റ്റുകളാണ് ഉണ്ടാവുക. അതായത് സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3 ഈ 3 സബ്ജക്റ്റുകളാണ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ട്. അപ്പോൾ BA ഓണേഴ്സ് 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള അതല്ലെങ്കിൽ മറ്റേത് യൂണിവേഴ്സിറ്റിയിലും BA ഓണേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സെക്ഷൻ 1 നിങ്ങൾ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെങ്കിൽ ഓപ്ഷൻ എടുക്കേണ്ടത് പരീക്ഷ എഴുതേണ്ടത് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സെക്ഷൻ 2 നിങ്ങളത് ഡൊമൈൻ എടുക്കേണ്ടത് പൊളിറ്റിക്കൽ സയൻസ് ആയിരിക്കും. അതായത് BA ഓണേഴ്സിൽ പൊളിറ്റിക്കൽ സയൻസ് ആണ് രണ്ടാമത്തെ ഓപ്ഷൻ വരിക. ഇനി മൂന്നാമത്തെ ജനറൽ ടെസ്റ്റ് കോമൺ. ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഈ ഒരു BA ഓണേഴ്സ് കോഴ്സിൻ്റെ ഈ ഒരു സബ്ജക്റ്റ് തന്നെയാണ് സബ്ജക്റ്റ്. അത് സെക്ഷൻ 1, 2, 3 എടുക്കേണ്ടത്. അപ്പോൾ BA ഓണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് കഴിഞ്ഞവർ ഈ രീതിയിൽ നിങ്ങൾക്ക് BA ഓണേഴ്സ് എടുക്കുവാൻ സാധിക്കുന്നതാണ്. അതായത് പൊളിറ്റിക്കൽ സയൻസ് ആണ് രണ്ടാമത്തെ സബ്ജക്റ്റ് ഇതിൽ വരിക എന്ന് ഓർമ്മപ്പെടുത്താണ്. അതുപോലെ ഡിഗ്രി ഇൻ്റഗ്രേറ്റഡ് ഉൾപ്പെടെ അത് +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് എടുക്കാൻ 19 വയസ്സ് കൂടാൻ പാടില്ല. ഈ ഏജ് ലിമിറ്റ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ കോഴ്സ് നോക്കാം. പ്രധാനമായിട്ട് 4 കോഴ്സുകളാണ് +2കാർക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തത് ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ പ്രോഗ്രാമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BEd പ്രോഗ്രാമാണ്. +2 കഴിഞ്ഞവർക്ക് ഡയറക്റ്റ് ഡിഗ്രിയുടെ കൂടെ BEd എടുക്കുവാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഓപ്ഷനാണ് ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, അതായത് ഇൻ്റഗ്രേറ്റഡ് BEd എന്ന് പറയും. അതായത് ഒന്നാമത്തത് BSc BEd ആണ്. അതായത് BSc BEd എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് BSc ഡിഗ്രിയും അതോടൊപ്പം തന്നെ BEd കൂടി 4 വർഷം കൊണ്ട് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു BEd കോഴ്സാണ്. അതിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം BSc BEd ഒന്നാമത്തെ ലാംഗ്വേജ് നിങ്ങൾ സെക്ഷൻ 1 നിങ്ങൾ പരീക്ഷ എഴുതേണ്ടത് ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷ് സബ്ജക്റ്റാണ്. രണ്ടാമത്തെ സെക്ഷൻ 2 നിങ്ങൾ എഴുതേണ്ടത് മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി +2 പഠിച്ചവർക്ക് വളരെ എളുപ്പത്തിൽ ഈ രീതിയിൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സെക്ഷൻ 3 നേരത്തെ പറഞ്ഞ ജനറൽ ടെസ്റ്റ് ആയിരുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തത് BA BEd ആണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് BEd BSc BEd ഉണ്ട്. ഇനി രണ്ടാമത്തത് BA BEd. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെക്ഷൻ 1 ഇംഗ്ലീഷ് ആയിരിക്കണം. പക്ഷേ BA BEd എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി, ജിയോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ് നോർമലി നമ്മൾ +2 ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ രീതിയിൽ ഡയറക്റ്റ് ഈ ഒരു എൻട്രൻസ് എക്സാം എഴുതിയിട്ട് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക. സെക്ഷൻ 3 ജനറൽ ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ 3 ടെസ്റ്റാണ് വിദ്യാർത്ഥികൾ എഴുതേണ്ടത്. അതേപോലെ തന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കോഴ്സാണ്, അതായത് BEd വിഭാഗത്തിലെ മൂന്നാമത്തെ കോഴ്സ് ITEP BCom BEd. അതായത് കൊമേഴ്സുകാർ +2 കൊമേഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഡയറക്റ്റ് BComൻ്റെ കൂടെ BEd കൂടെ എടുക്കുവാൻ സാധിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ് BCom BEd. അതിൻ്റെ അതായത് ഡൊമൈൻ സബ്ജക്റ്റ് നോക്കുക അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്. അപ്പോൾ ഈ രീതിയിൽ +2 കൊമേഴ്സുകാർക്ക് BCom BEdഉം അതേപോലെ തന്നെ +2 ഹ്യൂമാനിറ്റീസുകാർക്ക് BA BEdഉം അതേപോലെ +2 സയൻസുകാർക്ക് BSc BEdഉം അതേപോലെ തന്നെ മറ്റു എല്ലാ വിഭാഗ
വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കും നോർമൽ ഡിഗ്രി എടുക്കാൻ വേണ്ടി BA ഓണേഴ്സ്. അപ്പോൾ ഈ രീതിയിൽ 4 കോഴ്സുകളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എഴുതുന്ന എക്സാമാണ് CUET UG 2025. അപ്പോൾ എന്തായാലും ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ ഫെബ്രുവരി മാസം നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ അത് അപേക്ഷ വിളിക്കും. അതിനുശേഷം നിങ്ങളുടെ എക്സാം ഉണ്ടാവുക, എൻട്രൻസ് എക്സാം ഉണ്ടാവുക. നിങ്ങളുടെ +2 പരീക്ഷയ്ക്ക് കഴിഞ്ഞ് അതായത് ഏപ്രിൽ മെയ് മാസത്തിലാണ് ഇതിൻ്റെ എൻട്രൻസ് എക്സാം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് +2 പരീക്ഷയ്ക്ക് ശേഷവും കൃത്യമായിട്ട് അതിൻ്റെ പരിശീലനം നടത്തുവാനുള്ള സമയം നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് +2ന് ശേഷം നിങ്ങൾ നോക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനൊക്കെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് തന്നെയാണ് രണ്ടാമത്തെ ടെസ്റ്റ് 2ൽ നിങ്ങളോട് ചോദിക്കാം. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം +2 നന്നായിട്ട് നോക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ ജസ്റ്റ് GKയും അതേപോലെ ഇംഗ്ലീഷും നോക്കി കഴിഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കേരളത്തിലും കേരളത്തിന് പുറമേയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ സബ്ജക്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി നമ്മുടെ കേരളത്തിൽ നമ്മുടെ രാജ്യത്തുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് JNU യൂണിവേഴ്സിറ്റി ഡൽഹി, അതിൽ ഡൽഹി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ, അതേപോലെ അലിഗഡ് യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി സെൻട്രൽ ഇത്തരത്തിൽ ഒരുപാട് യൂണിവേഴ്സിറ്റി നമ്മുടെ രാജ്യത്തുണ്ട്. അത്തരത്തിൽ വളരെ ടോപ്പ് ലെവലിലെ യൂണിവേഴ്സിറ്റികൾ വിദ്യാർത്ഥികൾ കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി കൂടാതെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി അതേപോലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള മുഴുവൻ യൂണിവേഴ്സിറ്റികളുടെയും വിവിധ കോഴ്സുകൾ സംബന്ധിച്ചുള്ള എല്ലാവിധത്തിലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകളും അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ഇത്തരത്തിൽ കരിയർ സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ വിദ്യാർത്ഥികൾക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ഒരു കരിയർ ക്ലിനിക് മോഡൽ അതായത് പേഴ്സണലായിട്ട് വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് ആവശ്യമാണെങ്കിൽ നമ്മുടെ നമ്പറിൽ നേരത്തെ കൊടുത്ത ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് കോൺടാക്ട് ചെയ്തു വേണം. അത് നിങ്ങൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടുള്ള കൗൺസിലിങ്ങും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടാണ് നമ്മുടെ ഹെഡ് ഓഫീസിൽ നിങ്ങൾ കൃത്യമായിട്ട് മുൻകൂട്ടി നിങ്ങൾ ബുക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഹെഡ് ഓഫീസിൽ നിങ്ങൾക്ക് പേഴ്സണൽ കരിയർ കൗൺസിലിംഗ് വേണ്ടി നിങ്ങൾക്ക് വരാനും അവസരം ഓൾറെഡി നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള അവസരങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാരണം ഒരുപാട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇനി അങ്ങോട്ട് ഏത് കോഴ്സ് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. അത്തരത്തിലുള്ള ആ ഒരു കരിയർ കൗൺസിലിംഗിന് നിങ്ങൾക്ക് ബന്ധപ്പെടാനും അതേപോലെ തന്നെ ഓഫീസിലും നേരിട്ട് വന്ന് നിങ്ങൾക്ക് ഈ പറയുന്ന കൗൺസിലിംഗ് നിങ്ങൾക്ക് എടുക്കുവാനും സാധിക്കുന്നതാണ് ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾക്ക് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ Sawadar Cheri. Thank you for watching this video.